ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിനെതിരെ പിന്നെയും കുറേയധികം കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ തന്നെ പിന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിധിയും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ളവർക്കെതിരെയായിരുന്നു. എന്തായാലും ഈ ഒരു മൂൺ ഗോഡസിൻ്റെ കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കുറേയധികം പേര് ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്, എന്താണെന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളതും എന്തിനാണ് ആ ഒരു സ്ത്രീ കൊണ്ടുപോയി ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മാക്സിമം, പിന്നെ ഹൈപ്പും ചെയ്തേക്കുക. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഷോപ്പാണ്. ഇവർ തുണിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കൂടിയാണ്. ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പേജൊക്കെ ഉണ്ട്. അത് മൂൺ ഗോഡസ് എന്ന് തന്നെയാണ് ആ ഒരു പേജിൻ്റെ പേര്. കുറേയധികം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു പേജ് കൂടിയാണ്. അതുപോലെ തന്നെ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഉണ്ടെങ്കിൽ ഈ ഒരു പേജ് പ്രൊമോട്ട് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഷോപ്പിലുള്ള തുണിയും കാര്യങ്ങളും അവരൊക്കെ അത് ഇട്ട് കാണിക്കും. അതിൻ്റെ മെയിനായിട്ടുള്ള ഓണറാണ് അത് ഇട്ടൊക്കെ കാണിക്കും. ഇത്ര പ്രൈസാണ്, നിങ്ങൾക്ക് ഇതിലൂടെ ഓർഡർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലേക്ക് കുറേയധികം പേര് വരികയും ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും നല്ല കളക്ഷനാണെന്ന് മനസ്സിലാവുകയും സ്ത്രീകളൊക്കെ ഇത് കണ്ടിട്ട് വാങ്ങാം എന്നുള്ള രീതി തീരുമാനിച്ചിട്ട് ഇവരുണ്ടെങ്കിൽ ഇതേ കണക്ക് ഓർഡർ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും കച്ചവടമൊക്കെ ഉള്ളതാണ്. ആദ്യ സമയങ്ങളിൽ നല്ല രീതിയിൽ ഇവർ ഓർഡർ എടുക്കുന്നു, അത് കറക്റ്റായിട്ടുള്ള സമയത്ത് എത്തിക്കുന്നു, എല്ലാം തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് ഇവരുടെ അടുത്ത് നിന്ന് ഡ്രസ്സ് വാങ്ങുന്നുണ്ടായിരുന്നു. വാങ്ങിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരതുണ്ടെങ്കിൽ പ്രൊമോഷനാണെങ്കിലും അല്ലാതെ പറയുന്നവരും ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് കറക്റ്റ് സമയത്തിന് എത്തിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഇവരുണ്ടെങ്കിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവർക്ക് ഇത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് കൂടിയായിരുന്നു. അങ്ങനെ കുറേയധികം പേര് ഇത് വാങ്ങാൻ തുടങ്ങി. ഇവരെ കച്ചവടമൊക്കെ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ കുറച്ച് പേരുണ്ടെങ്കിൽ ഇവർക്കെതിരെ ഇവർ കറക്റ്റ് സമയത്തിന് ഇപ്പം എത്തിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഇവർ ഇടുന്ന ഈ ഒരു വീഡിയോസിന് താഴെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരായിട്ട് തുടങ്ങിയതായിരുന്നു. അത് വലിയ കാര്യമായിട്ട് ആദ്യമേ എടുത്തില്ല. ചിലപ്പം കുറച്ച് താമസിച്ചിട്ട് വരാമല്ലോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ കുറേ അധികം പേരുണ്ടെങ്കിൽ ഇവർക്കെതിരെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിൻ്റെയൊക്കെ ഈ ഒരു ഇതിലേക്ക് പേജിലേക്ക് വരുന്നു, ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളും കാണുന്നു, ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നു, ഓക്കെ ഇതെങ്ങനെ ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പം ഈ കമൻറ്റിൽ ഇതുവഴിയാണോ ഓർഡർ ചെയ്യേണ്ടത്, ഈ നമ്പറിലേക്കാണെന്നൊക്കെ പറയുന്നു. ഈ ഒരു കാണുന്നവരെല്ലാം വാങ്ങാലോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇവർ പോയി വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കുന്നുണ്ട്, പൈസ പേ ചെയ്യുന്നുണ്ട്. പക്ഷെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്ന ഏതോ ഒരു 3 മാസം ഒരു 2 മാസത്തിനൊക്കെ ഉള്ളിൽ തന്നെ കിട്ടുമെന്നുള്ളത്, മാക്സിമം 3 മാസത്തിനുള്ളിൽ കിട്ടുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ കുറേ അധികം പേർക്ക് ഈ ഒരു ഡ്രസ്സ് പിന്നെ പിന്നെ കിട്ടിത്തുടങ്ങിയത് 1 വർഷത്തോളം എടുത്തിട്ടാണ്. ചിലവർക്ക് 1 വർഷം എടുത്തിട്ട് പോലും കിട്ടാതായിട്ടുണ്ടായിരുന്നു. ചിലവർക്ക് ആദ്യമേ ഒന്നോ രണ്ടോ പേർക്കൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല, ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പൈസ വരെ പേ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ 1-2 പേരൊക്കെ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അത് ആദ്യമേ ചിലപ്പം വിചാരിച്ച് കുറേ ഓർഡേഴ്സ് വരുന്നുണ്ട്, ഇവർക്ക് സമയത്തിന് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവർ ആദ്യമേയൊക്കെ തരാം കുറച്ച് എന്നുള്ള രീതിയിൽ ഉടനെ തന്നെ തരാം എന്നൊക്കെ പറഞ്ഞ് 1-2 പേർക്ക് ആ സമയത്ത് എത്തിക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് പേര് അങ്ങനെ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഇവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഓർഡറെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം സെറ്റ് ചെയ്ത് 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ എത്തിക്കാമെന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഏകദേശം 2 മാസമായി, ചിലവർ 2 മാസമായി എന്ന് പറയുന്നത്, മറ്റു ചിലരാണെങ്കിൽ 3 മാസമായി, ചിലവർ 4 മാസം, ചിലവർ 6 മാസമായി എന്ന് പറയും, ചിലവർ 1 വർഷത്തോളമായി. ഇതുവരെ ഞങ്ങൾക്ക് ആ ഒരു തുണിയൊന്നും കിട്ടിയിട്ടില്ല. ആ ഒരു പൈസ ഞങ്ങൾ എന്ന് പേ ചെയ്തതാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ
നിങ്ങളുണ്ടെങ്കിൽ ആ ഒരു പൈസയെങ്കിലും തിരിച്ചു തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് കുറേയധികം പേര് ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും ഇവർ മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാൻ റെഡി ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറേയധികം പേരുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ ഇതിനെപ്പറ്റിയൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നവരെ കോൺടാക്റ്റ് ചെയ്യും. ഇതുപോലുള്ള ഈ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരിൽ നിന്നും ഇതേ കണക്കുള്ള ചതിയൊക്കെ നേരിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെ അറിയിക്കുന്നത്. നിങ്ങളൊന്ന് ഇടപെടണം, ഞങ്ങളുടെ കയ്യിൽ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ പേ ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങൾ മെസ്സേജ് അയച്ചതിൻ്റെയും കാര്യങ്ങളും ഓർഡർ ചെയ്തതിൻ്റെ എല്ലാം തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഇതൊന്ന് വെച്ചിട്ട് സംസാരിക്കണം ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് ഇതുപോലുള്ള റിയാക്ഷനൊക്കെ ചെയ്യുന്നവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുണ്ടെങ്കിൽ ഇത് എടുത്ത് വെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളെ വിശ്വസിച്ചാണ് അവർ പൈസ അടക്കം തരുന്നത്. ആദ്യമേയൊക്കെ നല്ല രീതി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി ഇപ്പം ചെയ്യാത്തത്, കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരെ പ്രൊമോട്ട് ചെയ്ത മറ്റ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട്. അതിൽ ഏതോ ഒരു ഇൻഫ്ലുവൻസറിൻ്റെയൊക്കെ വീഡിയോയുടെ താഴെ പോയി കണക്ക് നിങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പോയി ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് പൈസയൊക്കെ കിട്ടാത്ത അവസ്ഥയാണ്, അവർ ഞങ്ങൾക്കൊന്നും തരുന്ന പോലുമില്ല, ഒന്നെങ്കിൽ ഞങ്ങളുടെ പൈസ തിരിച്ചു തരണം, അതല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു തുണി ഉണ്ടെങ്കിൽ എത്തിച്ചു തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവരെ തുണിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 1-2 മാസത്തെ ലാഗുണ്ട്, അത് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, നല്ല ഡ്രസ്സും കാര്യങ്ങളുമാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ പുറത്താണ് അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും അവർ പൈസ തന്നതൊന്നുമല്ല. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് കൂടിയാണ് എന്നുള്ള രീതി, പിന്നെ അതുവഴിയാണ് ഞാൻ ഫ്രണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ഇപ്പം നടക്കുന്ന കാര്യമായിട്ട് ഞാനുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇപ്പം വലുതായിട്ട് അറിയില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻഫ്ലുവൻസർ കുറച്ച് തടിത്തപ്പ നോക്കിയെങ്കിൽ ആൾക്കാർ ഇവർക്കെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും കഴിഞ്ഞതിന് ശേഷം ഇവർക്കെതിരെ ഈ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ളവർക്കെതിരെ നെഗറ്റീവായിട്ട് കമൻറ്റ്സ് ഇടുന്നതും എന്തൊക്കെ ചെയ്തിട്ട് ഇവർക്കെതിരെ വലിയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. കുറേയധികം പേര് ഇവർക്കെതിരെ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചിലവരുടെയൊക്കെ ഒതുക്കി തീർത്തു എന്നുള്ള രീതിയിലൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ്, പിന്നെ അതിനെക്കുറിച്ച് വലിയ വാർത്തയൊന്നും അതിന് ശേഷമൊന്നും വന്നിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം വിട്ടുകളയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും ഈ ഒരു കാര്യം ഇവർക്കെതിരെ ചർച്ച വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഏതോ ഒരാൾ സ്ത്രീ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് ഇവരുടെ പേജിൽ പോയിട്ട് നമ്പറിലൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് 1 വർഷത്തോളം ആയിട്ട് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊരു കേസും കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ കുറേയധികം ഇതേ കണക്ക് റിയാക്ഷനൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേ കണക്ക് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം, നിങ്ങളും കൂടി പറഞ്ഞാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ, ആരും ഇതേ കണക്ക് ഇനി പോയി ചതിയിലൊന്നും പെടാതിരിക്കത്തുള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങളിതൊന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറേയധികം പേര് ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ഇതിനെക്കുറിച്ച് പിന്നെയും വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീ ഈ ഒരു കേസിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഇവർക്ക് ഫൈനായിട്ട് അവർ ഏകദേശം 10,000 രൂപ എന്തോ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അവർക്ക് കിട്ടേണ്ട നീതി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി കുറേയധികം പേര് ഇതൊക്കെ അറിയാതെ ഇപ്പോഴും ഇവരുടെ ഓർഡറൊക്കെ ചെയ്യുന്നുണ്ട്. ഓർഡർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവർക്ക് കറക്റ്റായിട്ട് കൊടുക്കത്തില്ല എന്നല്ല, പക്ഷെ ചിലവർക്ക് കൊടുക്കുന്നുണ്ട്, ചിലവർക്ക് വർഷങ്ങളോളം മാസങ്ങളോളം ഒക്കെ ആവുന്നുണ്ട്. അപ്പം അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കുറേയധികം പേര് ഇപ്പോൾ ഇവർ ബിസിനസ്സൊക്കെ പൂട്ടിപ്പോകണമെന്നൊന്നും അല്ല, പക്ഷേ ഇവർ ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കുറേയധികം ഓർഡർ കിട്ടും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കറക്റ്റായിട്ട് ആ ഓർഡർ എടുത്ത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ പൈസ കിട്ടി നല്ല രീതിയിൽ പോകാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? കുറേ നാളായിട്ട് ഇവർക്കെതിരെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഇവരത് ശരിയാക്കുന്നില്ല എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതേ കണക്ക് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് അത് എന്താണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് മുമ്പ് ഇവർ കൊടുക്കുമോ, ഇവരുടെ കാര്യം മാത്രമല്ല ഏതൊരു പേജിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതേ കണക്ക് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതും മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. അങ്ങനെ
ബാക്കിയുള്ളവർക്ക് ഇത് കണക്ക് ഏതൊക്കെയാണ് ആ ഒരു പേജെന്ന് അറിയാൻ സാധിക്കുമല്ലോ, പറ്റിക്കപ്പെടാതിരിക്കുമല്ലോ. സോ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.